എൻ്റെ പേര് ബിന്ദു തോമസ്, വീട് വേലുപ്പാടം. എൻ്റെ ഈ കയ്യിൻ്റെ ഒരു വിരൽ മടങ്ങില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഞരമ്പിൽ ബ്ലോക്കാണ്, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളങ്ങനെ 2 മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്തേക്കൊന്നും പിന്നെ പോയില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞു ഇങ്ങനെ അത്ഭുത ജപമാല ഉണ്ട് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടേ, ഞാൻ വെറുതെ അത്ഭുത ജപമാല പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും കൂടിയിട്ട് കാണാനിരുന്നു. അങ്ങനെ അത്ഭുത ജപമാല അന്ന് കണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ അത്ഭുത ജപമാലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കൈ ഈ വിരലിലേക്ക് പോയി. പക്ഷേ ഇത് മടങ്ങില്ല എന്ന് മാത്രമല്ല, പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഈ വിരലിങ്ങനെ ഒടിയുമ്പോൾ നല്ല വേദനയാണ്. അപ്പോൾ ഇപ്പുറത്തെ കൈ വെച്ചിട്ട് ഈ വിരൽ നീർത്തി കൊടുക്കണം. അങ്ങനെ ജപമാല കണ്ടു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൈ എൻ്റെ അനങ്ങണു. അപ്പം എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയണില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു എൻ്റെ കൈ ഇതേ അനങ്ങണു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വിരലിന് ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, എത്ര വർഷമായിട്ടുണ്ട് ചേച്ചിക്ക്? എത്ര നാളായിട്ടുണ്ട്? ഒരു 5-8 മാസമായിട്ട് ഡോക്ടേഴ്സിനൊക്കെ കണ്ടപ്പോൾ അവർ വന്ന് ഞരമ്പിന്റെ പ്രശ്നമാണ്, ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യാൻ പോയില്ല. ആദ്യമായിട്ട് അത്ഭുതമാല കണ്ടപ്പോൾ നടന്നൊരു അത്ഭുതമാണ് അല്ലേ? 9 മാസമായിട്ടുള്ള അത്ഭുതമാല കണ്ടു തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ കസേരമേ ഇരിക്കുക, എനിക്ക് നിലത്തിരിക്കാൻ പറ്റില്ല. മുട്ട് കുത്താനും ബുദ്ധിമുട്ടാണ്. കാല് എണീറ്റ് നിന്നിട്ട് ഒരു സെക്കൻഡ് കാല് പൊന്തിച്ച് വെച്ച് നിന്നിട്ട് വേണം കാല് നീർത്തണമെങ്കിൽ, അത്രയും വേദനയായിരുന്നു. പക്ഷേ ഇതും ഞാൻ അത്ഭുതമാല ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷേ പിന്നത്തെ ആഴ്ചയിൽ അത്ഭുതമാല കണ്ടപ്പോൾ ആ കാലിൻ്റെ വേദനയും മാറി. ഇപ്പം മുട്ടുകുത്തും കസേരമേ ഇരിക്കില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മക്കളുടെ അടുത്തേക്ക് പോകാനായിട്ട് UK പോകാനായിട്ട് 2 പ്രാവശ്യം ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. 2 പ്രാവശ്യം റിജക്റ്റായി. അങ്ങനെ 3ാമത് വിസയ്ക്ക് വെച്ച് ഞങ്ങൾ ഒറ്റ ചൊവ്വാഴ്ച മുടങ്ങില്ല അത്ഭുതമാല. അതുപോലെ തന്നെ ഞാൻ രാവിലെ ഭക്ഷണം വയ്ക്കാൻ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് വെച്ചിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ. എപ്പോഴും അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയും 9:30 ആയി കഴിഞ്ഞാൽ ഞാൻ പറയും ഇനി ചെറിയ പ്രാർത്ഥന എത്തിക്കാം, ഇത്ര സമയമായില്ലേ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ 12 മണി ആയാലും ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ, സ്തുതിപ്പും കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ വിസയ്ക്ക് വെച്ച് ഞങ്ങളിവിടെ നിന്ന് ഇതുപോലെ അത്ഭുതമാല കാണും, എല്ലാ ചൊവ്വാഴ്ചയും കാണും. 3 ആഴ്ച ഞങ്ങളിവിടെ വന്നു, ഞാൻ മാത്രം വന്നു. ഇപ്പോൾ ഇതേ വ്യാഴാഴ്ച വിസ വന്നു, ഞങ്ങൾ ബുധനാഴ്ച UK പോവാം. നമുക്ക് നന്ദി പറയാം. പ്രൈസ്, നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ.